എമ്പുരാനെക്കുറിച്ച് മമ്മൂട്ടി. എമ്പുരാൻ സിനിമ റിലീസായത് മുതൽ തുടങ്ങിയതാണല്ലോ വിവാദവും. നല്ലതും ചീത്തതും പറയുന്നവർ രണ്ട് ചേരിയായി പരസ്പരം പോരാടി. നടന്മാരുടെ ചേരിതിരിവിന് പകരം ഇപ്പോൾ മതച്ചേരിയാണല്ലോ ട്രെൻഡ്. ആ സിനിമയുടെ സംവിധായകനും കുടുംബവും വിഷമിച്ചിരിക്കുന്ന സമയത്ത് മമ്മൂട്ടി എന്ന മനുഷ്യൻ സമാധാനവുമായി ആ കുടുംബങ്ങളുടെ അടുത്തെത്തി. ഒരേ കാലത്ത് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ആൾക്കാരെ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അസുഖം മൂലം വിശ്രമിക്കുകയായിരുന്ന മമ്മൂട്ടി എമ്പുരാൻ സിനിമ കണ്ട് സിനിമയെക്കുറിച്ചും നടൻ മോഹൻലാലിനെക്കുറിച്ചും ഇത് ആദ്യമായി സംസാരിക്കുകയുണ്ടായി. സന്തോഷത്തോടെയുള്ള മമ്മൂട്ടിയുടെ സംസാരം ആരാധകരിൽ സമാധാനവും സന്തോഷവും ഉണ്ടാക്കും. രോഗത്തിൻ്റെ പിടിയിലെ ചെറിയ ഒരു വിഷമം മുഖത്തും ശരീരത്തിലും കാണാമെങ്കിലും ഈ വീഡിയോ കണ്ടാൽ അതും ഇല്ലാണ്ടാകും. ഞങ്ങൾ തമ്മിൽ പരിചയമായിട്ട് ഏകദേശം 39 വർഷം കഴിഞ്ഞു. വളയോട്ടത്തിൻ്റെ സെറ്റിലാണ് ആദ്യം കാണുന്നത്. ആ പരിചയം ഇന്ന് വരെ എൻ്റെ സഹോദരങ്ങൾ വിളിക്കുന്നത് പോലെയാണ് ഞാൻ എന്നെ സംബോധന ചെയ്യുന്നത്. ഇച്ചാക്കാം. പലരും അങ്ങനെ വിളിക്കുമ്പോഴും മറ്റുള്ളവർ ചുമ്മാ അങ്ങനെ ആലങ്കാരികമായിട്ട് വിളിക്കുമ്പോഴും എനിക്ക് അത്രത്തോളം സന്തോഷം തോന്നാറില്ല. ആര് വിളിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തോന്നാറ് എൻ്റെ സഹോദരങ്ങളിൽ ഒരാളെന്ന് തോന്നുന്നു. സിനിമയിൽ ഒരു കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരു പേരായിരുന്നു. ഒരു പേരെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും കൂടെ ചേർത്ത് ഒരു പേര്. നമുക്ക് കൂടെ വന്ന് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ അഭിനയിച്ച ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, പലരും പോയവരുണ്ട്. അന്നത്തെ പക്ഷേ നമ്മുടെ ജീവിതത്തിനോടൊരു സിനിമയോട് ഗൗരവം ഉണ്ടായ സമീപമാണെങ്കിലും ശരി, സമീപനം ഉണ്ടായെങ്കിലും ശരി, നമുക്ക് പക്ഷേ ജീവിതത്തിൽ നമ്മൾ വലിയൊരു ഗൗരവം കാണുന്ന ആളുകളായിരുന്നില്ല. കോളേജ് വിദ്യാർത്ഥികളെ പോലെ പാടിയും രസിച്ചും തമാശ പറഞ്ഞും കളിച്ചും ഒക്കെ നടക്കുന്നതായിരുന്നു. പക്ഷേ നമ്മുടെ തൊഴിലിനോട് നമ്മൾ വളരെ ഗൗരവത്തോടുള്ള സമീപനമാണ് ഉണ്ടായിരുന്നത്. അത് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് സമയത്ത് മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ നമ്മുടെ തൊഴിൽ മാത്രം നമ്മൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെയുള്ള പരീക്ഷകളിൽ നമുക്ക് സാമാന്യം നല്ല മാർക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ആളുകൾ ഇത്രയും സ്നേഹിക്കുകയും ഇത്രയും വാഴ്ത്തുകയും ചെയ്യുന്ന നടന്മാരായി മാറിയത്. പക്ഷെ അതിനുശേഷമുള്ള നമ്മുടെ ഒരു യാത്ര വളരെ നീണ്ട ഒരു യാത്രയാണ്. ചില്ലറ പരിഭവങ്ങളോ കണക്കുകളോ പോലും നേരിട്ട് കാണുമ്പോൾ ഐസ് പോലെ അതിന് പോകുന്ന നമ്മൾ ഒരുപാട് അനുഭവിച്ചു. മമ്മൂട്ടിയുടെ പുതിയ സിനിമയും തിയേറ്ററുകളിലേക്ക് വരികയാണ്. സിനിമാ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുന്ന കാഴ്ച, ആ കാഴ്ച ഒരു വേറെ ലെവലാണ്. പുതിയ പുതിയ സിനിമകൾ തിയേറ്ററുകളിൽ നിറഞ്ഞു കളിക്കട്ടെ. കൂടെ കാണുന്നവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. വലിയ സിനിമയും ചെറിയ സിനിമയും സ്റ്റാറുകളുടെയും അല്ലാത്തവരുടെയും സിനിമകൾ സിനിമാശാലകളിൽ കളം നിറഞ്ഞു കളിക്കട്ടെ. മലയാള സിനിമയുടെ പഴയ പ്രതാപകാലം തിരികെ വരും. സൂപ്പർ. അതൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഹെവി ബിജിഎം ഒന്നും പറയാനില്ല. ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുമ്പോൾ മമ്മൂട്ടിയുടെ പുതിയ സിനിമയായ ബസുക്കയുടെ റിവ്യൂ വരാൻ തുടങ്ങിയിരുന്നു. മമ്മൂക്ക തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആക്ഷനായാലും സ്റ്റൈലായാലും മൊത്തത്തിലെല്ലാം കൊണ്ടും ഉഗ്രനായിരിക്കും. സിനിമ കണ്ടവരുടെ അഭിപ്രായം ഒന്ന് കേട്ടാലോ? നല്ല സിനിമയാണ്. മമ്മൂക്ക എനിക്ക് ഇത്രയും നല്ല പോലെ എനിക്ക് അറിയത്തില്ലല്ലോ. മമ്മൂക്കയുടെ നടപ്പ് വരെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. അടിപൊളി സിനിമയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വേറെ ലെവല് സിനിമയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ അണ്ണൻ്റെ പേരിൻ്റെ ആറാട്ടണ്ണൻ്റെ ഒരു വരവുണ്ട് കേട്ടോ. ഒന്നൊന്നര വരക്കുമായിരുന്നത് പുള്ളിക്കാരൻ്റെ ആ വരവ്. സത്യമായിട്ട് ഞെട്ടിച്ചു. എല്ലാവരും ആ എൻട്രി, ആ സീൻ കഴിഞ്ഞിട്ട് കൂടി നമുക്കത് ചിരിയായിരുന്നു നിൽക്കുന്നത്. ചിരി നിർത്തുന്നില്ല. നമ്മൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ചിരി നിർത്തുന്നേ അല്ലായിരുന്നു. പിന്നെ മമ്മൂക്കാടെയാണ് ആ ഒരു അടിപൊളിയായിരുന്നു. അത് ഫസ്റ്റ് ഹാഫ് നമുക്കൊന്ന് നോക്കുമ്പോൾ ഫുള്ള് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ സിനിമയാണ്. പക്ഷെ അത് ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടാണ് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. മമ്മൂക്കായെ ഇതുവരെ ഇങ്ങനൊരു രീതിയിൽ കണ്ടിട്ടില്ല. ആ രീതിയിൽ അടിപൊളി ഫൈറ്റൊക്കെ നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫൈറ്റൊക്കെ കാണുമ്പം നമ്മൾ അടിപൊളി സ്റ്റൈലിഷാണ്. ആറാട്ടണ്ണനെ കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് പുള്ളിക്കാരൻ നെഗറ്റീവ് പറയത്തില്ലെന്ന് മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ എനിക്ക് ഈ ആളുടെ പേരറിയത്തില്ല, അണ്ണാന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു.